എന്തേ തല്ലി പൊട്ടിക്കണേന്നല്ലേ ഈ സാധനം. ഇനിയിപ്പോ ഇതെന്തിനാന്നല്ലേ, ദാ ഈ കാണുന്ന ഒരു സാധനം ഉണ്ടാക്കി എടുക്കാനാണ്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലടാ. തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ഈ കാണുന്ന ക്യാൻവാസ്, ഈ കാണുന്ന മിറർ, ഈ കാണുന്ന പേൾ സ്റ്റിക്കർ, ഇത് 3 യൂസ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കണമായിരുന്നു. ഇൻസ്പോ ആയിട്ട് ഒരു ഐഡിയ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനായിട്ട് ഒരു ഐഡിയ തല്ലിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ആ പ്ലാനൊക്കെ ദാ ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. അഴിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് ആ കണ്ണാടി ഒന്ന് പൊട്ടിപ്പോയി. അപ്പൊ തന്നെ പ്ലാൻ ബി ആക്കി കണ്ണാടിയുടെ ഷേപ്പ് മാറ്റാന്ന്. ആ ഷേപ്പും കോലവും ഒക്കെ നല്ലപോലെ മാറി. ഇനിയിപ്പോ ആ കണ്ണാടി മൊത്തത്തിൽ അങ്ങോട്ട് തല്ലി പൊട്ടിക്കാന്നല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ തല്ലി പൊട്ടിച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് ക്രാഫ്റ്റ് ഉണ്ടെന്ന് നോക്കി നോക്കി കണ്ടുപിടിച്ചതാണ് നമ്മൾ ആദ്യം കണ്ട ആ സാധനം. മൊത്തത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ ചക്കയെന്ന് തുടങ്ങി ചുക്കിൽ അവസാനിച്ച ക്രാഫ്റ്റ്, അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം. ഇതുവരെ ആയപ്പോ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പൊ B7000 വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു തുടങ്ങി. അവിടെയും ദൈവം എന്നെ കൈവിട്ടു. ഇത് യെല്ലോ കളർ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൃത്തികേടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടായിരുന്നു ഒട്ടിച്ചോണ്ടിരുന്നത്. ഒട്ടിച്ചൊട്ടിച്ച് അത്യാവശ്യം ഒരു സൈഡ് കുഴപ്പമില്ല അത് കിട്ടി. ആൻഡ് എന്റെ ഒറിജിനൽ ഇൻസ്പോ വാസ് ദിസ് ചിന്നിച്ചെതറുന്ന ബട്ടർഫ്ലൈ. എന്റെ കണ്ടല്ലോ അല്ലേ, അമേസിംഗ് എന്ന് പറഞ്ഞ അമേസിംഗ് അത്രേ പറയാനുള്ളൂ. അത് വീണ്ടും അഴിച്ചു പണിത് സാധാ ഒരു ബട്ടർഫ്ലൈ ആക്കി. എന്തോ ഒരു കുറവില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലൂ അടിച്ചു കൊടുത്തു. സാധാരണ ഇങ്ങനെ എടുക്കുന്ന ഡിസിഷനൊക്കെ ഫുള്ള് ഫ്ലോപ്പ് ആവാറാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ ആ ഒരു ബ്ലൂ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി രസമുള്ള പോലെ തോന്നി. പിന്നെ കുട്ടി പേൾ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ദൈവഭാഗ്യത്തിന് അടിപൊളിയായി. അപ്പൊ എങ്ങനെയാ, ഇഷ്ടമായോ?